ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് തന്നെ പറയുന്നു കേട്ടോ. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പുഴകളിൽ ഒന്നാണ് ഗംഗാ നദി ആണല്ലോ അല്ലേ? ഗംഗയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, വീതി കൂടിയ നദിയാണ്, പുണ്യ നദിയാണ്. ഇങ്ങനെ വീതി കൂടിയ ഗംഗ, പരന്നൊഴുകുന്ന ഗംഗ ഇങ്ങനെ ഒഴുകി 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 ഒരു സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതിങ്ങനെ കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും, ഇങ്ങനെ കൂർത്ത് കൂർത്ത് ഒഴുകാൻ തുടങ്ങും. മാത്രല്ല അതിന്റെ പേരും മാറും. അവിടെ എത്തുമ്പോഴേ അതിന്റെ പേര് മാറി, രൂപം മാറി, സ്വഭാവം മാറി, ഒക്കെ മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതേത് സ്റ്റേറ്റ് എന്നറിയോ? അത് ബംഗാളാണ്. ബംഗാളിൽ എത്തുന്ന സമയത്ത് ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന ശീലം മാറ്റി അതിങ്ങനെ കൂർത്ത് കൂർത്ത് ശ്രദ്ധിച്ചൊഴുകാൻ തുടങ്ങും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? അതിന് ബംഗാൾ ഉൾക്കടൽ എന്ന ലക്ഷ്യമുണ്ട്. അത്രയേ ഉള്ളൂ. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴുക എന്നുള്ളൊരു ശ്രദ്ധ, ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല. ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. അതാണ് കാര്യം. എടാ, ഉള്ളിലൊരു ലക്ഷ്യമില്ലാത്ത ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. അയാൾ ആരെ പിന്നാലെ ഒഴുകും, അയാൾ എങ്ങനെയും ഒഴുകും. പക്ഷെ ഉള്ളിലൊരു ലക്ഷ്യം വരുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല. ആരുടെയെങ്കിലും പിന്നാലെ പോയാൻ പറ്റില്ല. അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. നിങ്ങൾ മക്കയിലെ ആളുകൾ ഒരു കറുത്ത സ്ക്വയറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? കഅബ എന്നാണ്, കഅബ. പിന്നെ ഹജ്ജ് ചെയ്യുന്ന സമയത്തും ഉംറ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മളവിടെ ഒക്കെ പോയ സമയത്ത് പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകണ പോലെ തോന്നുന്നു. അതിന് ചുറ്റും 10,000-കണക്കിന് മനുഷ്യര് ഒരു സ്തൂപത്തിന്റെ ചുറ്റും ഇങ്ങനെ 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരാൾ പോലും തെറ്റിപ്പോണില്ല. അതെന്താ തെറ്റിപ്പോകത്തെന്നറിയോ? നടുവിൽ ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ്. നടുവിൽ അങ്ങനെ ഒരു സാധനം ഇല്ല വിചാരിക്കുക. പിന്നെ ഇവരെങ്ങനെയാണ് ഇത്ര ശ്രദ്ധയോടെ ഒഴുകുക? അവർക്ക് ഒരു കിബില ഇല്ലാതാവുക. കിബില എന്നാണ് അറബിയിൽ പറയുക. നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാവരും നമ്മുടെ കേരളത്തിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ നിസ്കരിക്കുക. കാരണം പടിഞ്ഞാറിലാണ് ഈ കിബില, ഈ കഅബ ഉള്ളത്. കിബില എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലക്ഷ്യം എന്നാണ്. നിങ്ങളുടെ കിബില എന്താണോ അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ കറക്കം മുഴുവനും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കിബില എന്താണോ ആ കിബിലയുടെ ചുറ്റുമായിരിക്കും നിങ്ങളുടെ പാച്ചിൽ മുഴുവനും. നിങ്ങളുടെ ഇമോഷൻസ് ആവട്ടെ, നിങ്ങളുടെ പിന്നെ സ്ട്രഗിളിങ് ആവട്ടെ, നിങ്ങളുടെ എനർജി ആവട്ടെ, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണോ, എടാ അതാണ് നിങ്ങളെ കിബില. അത്രയേ ഉള്ളൂ. അപ്പൊ ഒരാൾ അങ്ങനെ ഒരു ശ്രദ്ധയോ അങ്ങനെ ഒരു ലക്ഷ്യമോ ഒരാൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അയാൾ മറ്റുള്ള ആളുകളുടെ ലക്ഷ്യത്തിന്റെ പിന്നാലെ പോയോ, അയാൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാതായി മാറും. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത ഉള്ളത്. നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടാവും? കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സിനിമ? എടാ, മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമകളിലൊന്ന്. അതിലുള്ള ഓരോ ആൾക്കും അത്രയും ഡെപ്തില് ലൈഫ് ഉണ്ട്. അതാണ് ആ എഴുത്തിന്റെ ഒരു പ്രത്യേകത. ഈ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ കഥാപാത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും അത്രയും ആഴമുള്ള ഡെപ്ത് കൊടുക്കണമെങ്കിൽ എഴുത്തിന്റെ ഒരു വലിയ മാജിക് വേണം. എനിക്ക് അങ്ങനെ 2 പുസ്തകങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടുള്ള 2 പുസ്തകങ്ങളേ ഉള്ളൂ. ഒന്ന് ഹാരി പോട്ടറാണ്. രണ്ടാമത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇത്രയും കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രങ്ങൾക്ക് നിറയെ ജീവിതത്തിന്റെ കണ്ണി ചേർത്ത് അവസാനം വരെ കൊണ്ടുപോവുക എന്ന് പറയുന്ന വേറെ പുസ്തകം എനിക്ക് തോന്നിയിട്ടുള്ളത് മഹാഭാരതം. അമ്പരപ്പിക്കും. നിങ്ങൾ ആ സ്റ്റോറിയിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നാൽ ഓരോ മനുഷ്യനും അത്രയും ഡെപ്തിലാണ് അയാൾക്ക് ലൈഫ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാല് ഈ കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പൊ ഞാൻ അതില് സ്റ്റോറിയിലേക്ക് പോകുന്നില്ല. സംഭവം അതില് സൗബിന്റെ കഥാപാത്രം ഇല്ലേ, അത് മാത്രം വെറുതെ ഇങ്ങനെ ആലോചിച്ചു നിങ്ങൾ. സൗബിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാല് അയാൾക്കൊന്നുമില്ല. ഫഹദ് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു.
സജിസേർ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോ ഇവനെന്താ പറയുന്ന അറിയോ സൗബിൻ? പിന്നെ പാർട്ട്ണർഷിപ്പിൽ ഒരു തേപ്പ് കട ഉണ്ട്. പാർട്ട്ണർഷിപ്പിലൊന്നല്ല, ഒരു തമിഴ്നാട്ടുകാരനായ ഒരാൾക്ക് ഒരു തേപ്പ് കട ഉണ്ട് ഇവിടെ. അവിടെ സൈഡിൽ ഇരിക്കും. ഇതാണ് ഇവന്റെ പണി. എടാ, ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത എന്നോ ഒരു കാലത്ത് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവൻ ആകെ ജീവിതത്തിൽ നേട്ടമുള്ളത്. അത് ഭാഗ്യം കൊണ്ടല്ലേ. അന്ന് വാങ്ങിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ. അന്ന് അവന്റെ അനിയന്മാർക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഒരു പുരാതന കാലത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവന്റെ ജീവിതത്തിൽ കടുത്ത വലിയ 2 നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. ഒന്നവന്റെ വീട്ടിൽ അവന്റെ അനുജന്മാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അനിയന്മാർ അവനെ വലിയ രീതിയിൽ അവനെ അവഗണിക്കുകയാണ്. വലിയ രീതിയിൽ ഇവന് ഭയങ്കര ഇമോഷണലാണ്. ഈ സൗബിന്റെ കഥാപാത്രം ഭയങ്കര ഇമോഷണൽ. അതുകൊണ്ട് വിചാരിക്കണതല്ല പറയാ, ഓൻ വിചാരിക്കണതല്ല പറയാ, വേറെന്തെങ്കിലുമൊക്കെ പറയൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഈ സങ്കടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ പറയാൻ വിചാരിക്കണതല്ല പറയാ. അത് സൗബിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അതിലേ. അങ്ങനെ സൗബിന്റെ ലൈഫിൽ ഇവന്റെ അനുജന്മാരുമായിട്ട് വഴക്കുണ്ടായി. ഇവന് ഒരനിയൻ ഇവനോട് പറയും, ഷെയ്ന്റെ കഥാപാത്രം പറയും, താന് എന്തായിരുന്നു ആ അണ്ണനെ ഓസിട്ടല്ലേ ജയിക്കുന്നത് എന്നോ അങ്ങനെ എന്താ പറയൂ എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നാണ്. ഇത് കേട്ടിട്ടാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുക സങ്കടപ്പെട്ടിട്ട്. എന്നിട്ട് അവൻ നേരെ ചെല്ലുന്നത് ഈ അണ്ണന്റെ അടുത്തേക്കാ, ഈ തമിഴ്നാട്ടുകാരനായ ആളുടെ അടുത്തേക്ക്, മുരുകന്റെ അടുത്തിട്ട് ചെന്നിട്ട് പറയാ, മുരുക, എന്റെ അനുജൻ എന്നോട് പറയാ ഞാൻ നിന്നെ ഓസിട്ടാണ് ജയിക്കുന്നത്. മുരുകൻ പറയും ശരിയല്ലേ. ഇവൻ ആകെ തകരുന്നത് അപ്പോഴാ. കാരണം ഇവൻ വിചാരിച്ചത് അനുജന്മാര് പോലും കൈവിട്ടാലും മുരുകൻ കൂടെ ഉണ്ടാവുന്നതാണ്. നമ്മളെ കൂടെ നിൽക്കുന്നു വിചാരിച്ച ആളുകൾ കൈവിട്ടുള്ള അവസ്ഥ തിരിക്കും. പിന്നെ അവന് നിൽക്കാൻ കഴിയണില്ല. അവൻ ആത്മഹത്യ ചെയ്യാൻ ഓടുകയാണ്. അപ്പുറത്തൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ഇവൻ ഓടുമ്പോ മുരുകൻ ഇവന്റെ പിന്നാലെ ഓടുകയാണ് അല്ലേ. അങ്ങനെ മുരുകൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ, ഇതിന്റെ മുകളിൽ നിന്ന് ചാടുന്നതിനിടയിൽ ഇങ്ങനെ നോക്കുമ്പോ ഇവന് കഴുത്തിൽ കയറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാവും സജ്ജി. രക്ഷിക്കാൻ വേണ്ടി ചാടിയ മുരുകനാണ് മരിക്കുന്നത്. ഇനിവൻ ആരാളെ? ഇനിവൻ എന്തിനാ ജീവിക്കണ? ആ കഥാപാത്രത്തെ നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഡെപ്തുള്ള കഥാപാത്രം. ഇവന് ഈ സജ്ജി ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇവനിനി ആരാളെ? അങ്ങനെ അവൻ വലിയ കടുത്തൊരു ഡിപ്രഷനിലേക്ക് പോവാ. അങ്ങനെ അവനെ ഉറപ്പിക്കുകയാണ്, അവന് സൂയിസൈഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കണം. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇവൻ ഒരൊറ്റ ആളോടെ യാത്ര ചോദിക്കാനുള്ളൂ. ഒരേ ഒരാളോടെ ഭൂമിയിൽ ഇവന് യാത്ര ചോദിക്കാനുള്ളൂ. അതാരാണ്? മുരുകന്റെ ഭാര്യ. അങ്ങനെ മുരുകന്റെ ഭാര്യയുടെ അടുത്ത് ഇവനിങ്ങനെ ചെന്നിട്ട് കൈകൂപ്പി നിൽക്കും. എന്നിട്ട് പറയും, ഞാന് അവന്റെ അടുത്തേക്ക് പോവാ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ അടുത്തേക്ക് പോവാണ്, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇവളെ കാലിൽ വീണിട്ടുണ്ട്. അപ്പൊ ഇവളിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പൂർണ്ണ ഗർഭിണിയായ ആ പെൺകുട്ടി ഇതൊന്നും കേട്ടിട്ടില്ല. അവൾ ഇവനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കണം, എന്താ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു തരുമോ? രാവിലെ മുതൽ നല്ല പെയിൻ ഉണ്ട്. എടാ, ഒരു മനുഷ്യന് ജീവിതത്തിന് അർത്ഥം കിട്ടിയ നിമിഷമാണ്. ഒരു മനുഷ്യന് അയാളുടെ ആയുസ്സിന് അർത്ഥം കിട്ടിയ നിമിഷം. ഇവൻ അവിടുന്ന് ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്നിട്ട് ഇവൻ ഓടുകയാണ്, ഓട്ടോറിക്ഷ പിടിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ആശുപത്രിയിലെ സീന. ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പുറത്ത് സജി നിൽക്കുന്നുണ്ട്. സജിക്ക് ജീവിക്കാൻ ഒരു കാരണം കിട്ടി. നേരത്തെ പറഞ്ഞില്ലേ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ. ഇത്രയും കാലം സജി എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ നിമിഷം മുതൽ സജി മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സജി വീട്ടിലേക്ക് അവളെയും വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ സീനാണ്. മേരിയുടെ കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് പോലെയുള്ളൊരു സീനാണ്. നമുക്ക് യേശുവും അമ്മയുമാണെന്ന് ശരിക്കും തോന്നുന്ന നിമിഷം. ആ തോണി ഏറി വരുന്ന അതിനൊരു BGM ഉണ്ട്. നമ്മളിങ്ങനെ ഉരുകിപ്പോകും. എങ്ങോട്ടാ വരുന്നത്? എടാ, ആ ചെറിയ വീട്ടിലേക്ക്, ആ കരയിൽ ഏറ്റവും അശാന്തമായ വീടുള്ള ആ വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വരുക. ബാറിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും?
ഒരു കള്ള് ഷാപ്പിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും, എന്നിട്ടും ഒരു കടിച്ച അവശിഷ്ടമായ ഒരു കോഴിക്കാല് സജി കൃത്യമായി എറിയുന്നത് അവന്റെ അനുജന്റെ നേരെയാണ്. അത്രയും സ്നേഹമാണ് രണ്ടാളും. കലഹം എന്ന് പറഞ്ഞാൽ അത്രയും കലഹം പിടിച്ചൊരു വീട്. എല്ലാ ദിവസവും വലിയ ഒച്ചപ്പാടുകൾ നിറഞ്ഞ അടികൂടുന്ന രണ്ട് അനുജന്മാരുള്ള വീട്. ആ വീട്ടിലേക്കാണ് ആ പെൺകുട്ടിയും ആ പെണ്ണും അവളുടെ കുഞ്ഞും കൊണ്ട് സജി ഇങ്ങനെ കയറി വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആ വീട് മാറുന്നത്, ആ വീട് മാറുക ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ആ കരയിൽ ഏറ്റവും അശാന്തമായ വീട്, ഒരു സമാധാനമില്ലാത്ത വീട്ടില് പിന്നെ രണ്ട് പെൺകുട്ടികൾ വന്നതോടുകൂടി, മൂന്ന് പെൺകുട്ടികൾ വന്നതോടുകൂടി ആ വീട് ആകെ മാറുക ചെയ്യുന്നു. ഷെയിന്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, സജിയുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, പിന്നെ മറ്റേ അവന്റെ പേരെന്തിനാണ്, ശ്രീനാഥ് ബാസിയുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു. മൂന്ന് പെൺകുട്ടികൾ ഒരു വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി ആ വീടിന്റെ സമാധാനം തിരിച്ചു കിട്ടുക ചെയ്യും. തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്, അവിടെ മൂന്ന് പെണ്ണുങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്നു. അവിടേക്ക് ഒരാൾ കയറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ മതി, ബാക്കി എന്താണെന്ന് ആ സിനിമ പറയും. ഒരാളെ കയറിയിട്ടുള്ളൂ, മൂന്നാള് കയറിയിട്ടില്ല, ഒറ്റ ആള്. ഇവിടെ മൂന്നാളുകൾ കയറി വന്നൊരു വീടിന്റെ മൊത്തം ദിശ മാറ്റുന്ന ഒരു കാഴ്ചയെ കാണും. അപ്പൊ സജിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കേട്ടോ. ഷെയിന്റെ കഥാപാത്രം അത് നമ്മളെ വിഷയമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഷെയിന്റെ കഥാപാത്രത്തില് ഷെയിന്റെ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അവനൊരു പെണ്ണ് കിട്ടി. അപ്പോഴാണ് ഷെയിന് മനസ്സിലാകുന്നത്, എനിക്ക് പെണ്ണില്ലല്ലോ, പ്രേമിച്ച് നടക്കാൻ ഒരു പെണ്ണില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഇവനെ ഈ പെൺകുട്ടിയെ കാണുന്നത്, ബേബിയെ കാണുന്നത്. അങ്ങനെ ബേബിയെ കണ്ട് പരിചയപ്പെട്ട് അവനെ ആദ്യം ചോദിക്കണം എന്താണെന്നറിയോ, എനിക്കൊരു ഉമ്മ തരുമെന്നാ ചോദിക്കുന്നത്. തിയേറ്ററിൽ വെച്ചിട്ട് അവള് ഉമ്മയല്ല കൊടുത്തത്, അടിയാണ് കൊടുത്തത്. പിന്നെ അവൻ എന്തൊക്കെയോ വിളിച്ചിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞ് ഇവരെ സ്നേഹമൊക്കെ കോൺസിസ്റ്റന്റ് ആയ സമയത്ത് ഒരു ദിവസം ബേബിയുടെ മടിയിൽ കിടന്ന് ഷെയിൻ അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഓർമ്മയില്ലേ ആ സീന്? ബേബിയുടെ മടിയിൽ കിടന്ന് ബോബി എന്ന ഷെയിൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പൊ അവൻ എവിടെ കിടക്കണ? അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മടിയിലാണ് കിടക്കുന്നത്. അവനിപ്പോ വേണമെങ്കിൽ 100 ഉമ്മകൾ വെക്കാം. പക്ഷെ അവന് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവന് ഉമ്മയല്ല വേണ്ടത്, ഒരമ്മയാണ് വേണ്ടത്. അവൻ അവളുടെ മടിയിൽ കിടന്നിട്ട് ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കരയുന്ന നിമിഷം ആ സിനിമയിൽ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൊന്ന്. അപ്പൊ ഈ ഷെയിന് പിന്നെ മാറുന്നുണ്ട്, ആ ഒരു സ്നേഹബന്ധം കൊണ്ട് ഷെയിനാകെ മാറുന്നുണ്ട്, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അതുവരെ അവന് ജോലിയൊന്നും ഇഷ്ടമില്ല അല്ലെ. അവന് വലയെറിയാന് പിന്നെ ചോദിക്കുമ്പോ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങള് പൈസ കൊടുക്ക, വെറുതെ തരുന്ന, വൈകുന്നേരം 500 രൂപ തരുമെന്ന് പറഞ്ഞപ്പോ ഷെയിന്റെ ചങ്ങായി പറയുന്നുണ്ട്, ജോലിക്കാണെന്ന് ഒരു കാരണവശാലും അവനോട് പറയരുത്, ഒരു സഹായം എന്ന് പറയാവൂ എന്ന് പറയുന്നത്. കാരണം അത്രയും ജോലിയോടെ താല്പര്യമില്ലാത്ത ആളാണ് ജോലിക്ക് പോകുന്നത്. ഇവനിങ്ങനെ കൈയൊക്കെ വറക്കും, കാരണം ഇവന് ജോലി ചെയ്തിട്ട് ശീലമല്ല. ഞാൻ എന്തിനാ ഈ സിനിമയുടെ സ്റ്റോറി പറഞ്ഞതെന്നറിയോ, ഗംഗയുടെ കാര്യം പറഞ്ഞതെന്നറിയോ? ഒരു ലക്ഷ്യമില്ലാത്ത ഒരാള് എങ്ങനെ വേണമെങ്കിലും ഒഴുകും. അയാൾ ഏത് കുഴിയിലും പോയിട്ട് വീഴും. അയാളെ ആർക്കും വശീകരിക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കിനാവുണ്ടോ, നിങ്ങൾ പിന്നെ അതിനു വേണ്ടി ജീവിക്കും. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.